നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ എംപിമാരിൽ പ്രഗത്ഭരായ നിരവധി പേർ ഉണ്ട് എന്നതുകൊണ്ടും അതിൽ പലരെയും വിദേശത്ത് ഇന്ത്യയുടെ നിലപാട്, അതായത് പാകിസ്ഥാന്റെ ഭീകരാക്രമണത്തിനോടുള്ള മറുപടി എന്ന രീതി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നടത്തിയ തിരിച്ചടി, അത് ലോകരാജ്യങ്ങൾക്ക് കൃത്യമായി വിശദീകരിക്കുന്ന നിലപാട്, അത് അറിയിക്കാൻ പ്രതിനിധി സംഘത്തെ അയക്കുന്നതും അതിനെ നയിക്കാൻ ശശി തരൂർ എം പി അതിന് പ്രാപ്തനാണ് എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ നിഗമനവും വലിയ തോതിൽ കയ്യടി നേടിയെടുത്തതാണ് രാജ്യത്ത്. എന്നാൽ ശശി തരൂറിനെ പോലൊരു വ്യക്തി കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് ചേരാൻ പോകുന്നു എന്ന് ഗോദി മീഡിയകൾ തള്ളിമറിച്ചാൽ അത് കേട്ട് തലയാട്ടാൻ സംഘികളല്ലാതെ മറ്റാരും തുനിയില്ല എന്നുള്ളത് വ്യക്തമാവുകയാണ്. കൃത്യമായി പറഞ്ഞാൽ കേന്ദ്ര മന്ത്രിസഭയിൽ തന്നെ പിടിപ്പുകേടിൻ്റെ കാലമാണ് ഇപ്പോൾ ഉള്ളത്. ആഭ്യന്തരമന്ത്രി എന്ന വ്യക്തി, അദ്ദേഹം പരിപൂർണമായ പരാജയമാണ് എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരും. BJP-യുടെ ദേശീയ അധ്യക്ഷനായിരുന്നപ്പോൾ അമിത്ഷാ പല സ്ഥലങ്ങളിലും വർഗീയ വിഭജനത്തിലൂടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനും BJP-ക്ക് മേൽവിലാസം ഉണ്ടാക്കാനും, അതായത് BJP അധികാരത്തിൽ ഇന്നേ വരെ വന്നിട്ടില്ലാത്ത സംസ്ഥാനങ്ങളിൽ വരെ സഖ്യത്തിൻ്റെ ഭാഗമായി അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കം നടത്തിയിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വടക്ക് കിഴക്കൻ മേഖലകളിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തിന് ആധിപത്യമുള്ള വടക്ക് കിഴക്കൻ മേഖലയിൽ പല സംസ്ഥാനങ്ങളിലും അധികാരത്തിലേക്ക് വന്നത്. എന്നാൽ മണിപ്പൂർ കലാപത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു വാക്ക് പോലും ഉരിയാടാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ഡൽഹി കലാപ സമയത്ത് അമിത്ഷായുടെ പിടിപ്പുകേട് എല്ലാവരും കണ്ടതാണ്, രാജ്യം മുഴുവൻ കണ്ടതാണ്. BJP-ക്ക് കേവല ഭൂരിപക്ഷം പോലുമില്ല. ആഭ്യന്തരമന്ത്രി എന്ന രീതിയിൽ അമിത്ഷാ തികഞ്ഞ പരാജയമാണ് എന്നുള്ളത് മന്ത്രിസഭയിൽ തന്നെ ഉയർന്ന കാര്യമാണ്. 2 വകുപ്പ് മന്ത്രിമാർക്കെതിരെയാണ് ഏറ്റവും ഗുരുതരമായി BJP-ക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ അതിസങ്കീർണമാകുന്നത്. ഒന്ന് ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനെതിരെയും മറ്റൊന്ന് ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായ്ക്കെതിരെ. ഇരുവരെയും മന്ത്രിസ്ഥാനത്തു നിന്ന് നീക്കേണ്ടതാണ് എന്നുള്ളത് പ്രധാനമായും നരേന്ദ്രമോദിക്ക് നേരെ വരുന്ന വിമർശനങ്ങളിലൊന്നാണ്. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറയുകയാണ്, നിങ്ങൾ മറ്റേത് BJP നേതാവിനെ വേണമെങ്കിലും ആഭ്യന്തരമന്ത്രിയാക്കിക്കോളൂ. അമിത്ഷായുടെ മനസ്സിൽ പക മാത്രമാണ് ഉള്ളത്. തന്നെ ജയിലിലടച്ചവരെ തിരിച്ച് ജയിലിലടയ്ക്കുക, ഇത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം. അദ്ദേഹത്തിനെ ജയിലിലടച്ചത് P. ചിദംബരം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ്. P. ചിദംബരത്തിനെ കരുതിക്കൂട്ടി ED-യെ കൊണ്ടും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ടും നാടകീയമായി അറസ്റ്റ് ചെയ്യിപ്പിച്ചതുൾപ്പെടെ അമിത്ഷായുടെ കുരുട്ടുബുദ്ധി തന്നെയെന്ന് കൃത്യമായി രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്. പാർലമെന്റിൽ അമിത്ഷായുടെ ഒരു വിരട്ടലും വെല്ലുവിളിയും വില പോകില്ല എന്ന് രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും പറയുകയാണ്. കേന്ദ്ര മന്ത്രിസഭയിൽ പുനഃസംഘടന ഉണ്ടാകണമെന്ന് BJP നേതാക്കൾ പറഞ്ഞിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് കൂസലില്ല എന്നാണ് മോദിയോട് കൃത്യമായി പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്.